ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സദൃശവാക്യങ്ങൾ 17:27 വായിക്കുന്നു. വാക്ക് അടക്കി വയ്ക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ, ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. സംസാരിക്കുന്നത് വിവേകത്തോടെ ആയിരിക്കണമെന്നും ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് ശാന്തമായ മനസ്സ് നിലനിർത്തണമെന്നും ഈ വാക്യത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. എളുപ്പത്തിൽ പ്രകോപിതനാകാതെ നല്ല മനോഭാവം പുലർത്തുന്നവനാണ് ജ്ഞാനി. സമ്മർദ്ദ സാഹചര്യങ്ങളിൽ പോലും ശാന്തമായ പെരുമാറ്റം നിലനിർത്തുവാൻ കഴിയണം. ജ്ഞാനിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ മിണ്ടാതിരിക്കണമെന്നും നന്നായി അറിയാം. സഭാപ്രസംഗി 3-ാം അധ്യായത്തിൽ എല്ലാറ്റിനും ഒരു കാലം, മിണ്ടാതിരിക്കുവാനൊരു കാലം, സംസാരിക്കുവാനൊരു കാലം എന്നെഴുതിയിരിക്കുന്നു. വാക്കു പെരുകിയാൽ ലംഘനമില്ലാതിരിക്കുകയില്ല. അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ എന്ന് തിരുവെഴുത്തിൽ നാം കാണുന്നു. വാക്കുകൾ നിയന്ത്രിക്കുവാൻ പ്രയാസമുള്ളവർ അനേകരാണ്. എന്നാൽ ഏതു മനുഷ്യനും കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസമുള്ളവർ ആയിരിക്കട്ടെ എന്ന് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. സംസാരത്തെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ മനോഭാവം വ്യക്തമാക്കുന്ന വേദഭാഗമാണ് ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 52 മുതൽ 56 വരെയുള്ളത്. ശമര്യക്കാരുടെ ഒരു ഗ്രാമത്തിൽ ആദ്യം യേശുവിനെ കൈക്കൊള്ളാതിരുന്ന ദേശവാസികളോട് യേശുവിൻ്റെ ശിഷ്യന്മാർ കോപിക്കുന്നു. കർത്താവേ, ആകാശത്ത് നിന്ന് തീ ഇറക്കി അവരെ നശിപ്പിക്കുവാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിക്കുന്നു. യേശു ഈ വിഷയത്തിൽ ശിഷ്യന്മാരെ ശാസിക്കുക മാത്രമല്ല, മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കുവാനല്ല രക്ഷിക്കുവാനത്രേ വന്നത് എന്ന് പറയുകയും ചെയ്തു. പ്രിയ ദൈവവൈതലേ, ആത്മനിയന്ത്രണം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായതിനാൽ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുവാൻ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വാക്ക് അടക്കി വയ്ക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ, ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. മിണ്ടാതിരുന്നാൽ ഭോഷനെ പോലും ജ്ഞാനിയായും അധരമടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണുമെന്നുള്ള വചനം നമുക്ക് ആത്മനിയന്ത്രണമുള്ള ജീവിതം നയിക്കുവാൻ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.